പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ നാലാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണല്ലോ. കുരിശ് യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അമ്മയും മകനും കണ്ടുമുട്ടുന്നത്. ഒരുപക്ഷെ നാം കുരിശിന്റെ വഴിയിലെ പുസ്തകത്തിൽ ഇപ്രകാരം വായിച്ചെടുക്കുന്നുണ്ട്: കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, എങ്കിലും രണ്ടുപേരും മിണ്ടുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നാം ഈ 3-ാം സ്ഥലത്ത് യേശുനാഥൻ വീണു എന്ന് യോഹന്നാൻ അമ്മയോട് പറയുകയാണ്. ആ ഒരു അമ്മ അത് കേൾക്കുന്ന മാത്രയില് പെട്ടെന്ന് അമ്മ കടന്നു പോകുന്നത് ഒരു പഴയൊരു ചരിത്രത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ചിത്രത്തിലേക്കാണ്. കുഞ്ഞായിരുന്ന യേശുനാഥൻ അമ്മ ഭവനത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ല പടികൾ കെട്ടിയിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ചെറിയ കാല് വെച്ച് പതിയെ കൈകളുടെ സഹായത്തോടു കൂടി ഈ കുഞ്ഞ് യേശു അവിടേക്ക് കയറുകയാണ്. അവിടെ എല്ലാ പടികളും കയറി എന്നുള്ള സന്തോഷത്തോടു കൂടി ഒന്ന് ഓടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന കുഴിയിലേക്ക് വന്ന് വീഴുകയാണ്. കരയുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ആ കരച്ചിൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അമ്മ പതിയെ അടുക്കള ജോലികൾ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ അമ്മയും പതിയെ ഈ പടികൾ ചവിട്ടി മുകളിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ആ ഒരു ചെറിയ കരച്ചിൽ കേൾക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത്. അമ്മ ഓടി ചെന്നുകൊണ്ട് ഈ കുഞ്ഞിനെ വാരി പുണരുകയാണ്. തന്റെ മാറോട് ചേർക്കുന്നുണ്ട്, അവന്റെ മൂർധാവിൽ അമർത്തി ചുംബിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു സ്നേഹ പ്രകടനങ്ങള് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കാണിക്കുകയാണ്. ഇതായിരുന്നു യേശുനാഥൻ 1ാമത് പ്രാവശ്യം വീണപ്പോൾ യോഹന്നാൻ ചെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയ ചിത്രം. എന്നാൽ അമ്മ ധൈര്യം സംഭരിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അത് വളരെ വ്യക്തമായിട്ട് നാം കണ്ടുമുട്ടുകയാണ്. അമ്മ വളരെ സ്നേഹത്തോടു കൂടി മകന്റെ അടുക്കലേക്ക് എത്തുന്നു. എന്നിട്ട് അമ്മ മകനോട് പറയുകയാണ്, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നാൽ യേശു അമ്മയോട് പറയുന്നത് മറ്റൊന്നാണ്, ഞാനിതാ ഒരു പുതിയൊരു കാര്യം ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഐ ആം ഗോയിങ് ടു ഡു സംതിങ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയുന്നുണ്ട്. രണ്ടുപേരുടെ വാക്കുകൾ ഒന്ന് തന്നെയാണ്. എന്തിനേറെ 12 വയസ്സുകാരനായ യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് മാതാപിതാക്കളോടൊപ്പം അവിടെ ആ തിരുനാളിന് പോകുകയും, എന്നാൽ ഒരു ദിവസത്തെ വഴിയാത്ര പിന്നിട്ടപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് തങ്ങളോടുകൂടെ അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെ യേശു ഇല്ല എന്നുള്ള ചിന്ത. അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി അവർ വീണ്ടും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉപാധ്യായന്മാരോടൊപ്പമായിരുന്നു കൊണ്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന യേശുനാഥനെയാണ്. അമ്മ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, മകനെ, നീ എന്തിനാണ് ഇങ്ങനെ നിന്റെ പിതാവിനോടും എന്നോടും കാണിച്ചത്? യേശു പറയുന്നു, ഞാൻ എന്താണ് ചെയ്യണമെന്ന് അമ്മയ്ക്കറിയില്ലേ? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. ശമയോൻ ദീർഘദർശിയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുമ്പോൾ ആ പ്രവാചകന് പ്രകാരം പറഞ്ഞില്ലേ, ഈ കുഞ്ഞെന്ന് പറയുന്നത് അനേകരുടെ തകർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരും. എന്നാൽ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള കടന്നു പോകും എന്ന് അന്ന് പ്രവചിച്ചത് ഓർക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അമ്മയും മകനും തമ്മിലുള്ള ഈ ഹൃദയഭേദകമായുള്ള സംസാരം എന്ന് പറയുന്നത് ഒരു പരിധിവരെ യേശുനാഥന്റെ ദുഃഖം കുറയ്ക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. അത്രയും സമയവും യേശുനാഥൻ കേൾക്കുന്നത് ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അമ്മ അടുത്ത് വരുമ്പോൾ ആ ഒരു അമ്മത്വം അവൻ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും എന്ത് പറഞ്ഞാലും നീ എനിക്ക് സ്വന്തമാണ്, നീ എന്റെ മകനാണ്. മറ്റുള്ളവർ നിന്നെ അന്യായമായിട്ട് വിധിച്ചാലും, നിനക്കെതിരായിട്ട് ആക്രോശിച്ചാലും, നിനക്കെതിരായിട്ട് അന്യായമുള്ള വിധിവാചകങ്ങൾ പൊഴിഞ്ഞാലും അതൊന്നും തന്നെ ഞാൻ ഗൗനിക്കുന്നില്ല. കാരണം എനിക്ക് നിന്നെ അറിയാമെന്ന് പറയുന്ന അമ്മയുടെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ഓർക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ ലോകത്തിൽ എന്തുമാത്രം ഊഷ്മളതയേറുന്ന ഒരു ബന്ധമാണ്. എന്നാൽ പലതരത്തിലുള്ള
തിക്താനുഭവങ്ങളുടെ കടന്നു പോകുന്ന മക്കള് യഥാർത്ഥമായ സ്വച്ഛന്തമായ ജീവിതം നശിപ്പിക്കുന്നവരായിട്ട് മാറുന്നു. എന്തിനേറെ ഇപ്പോഴുള്ള ഒത്തിരിയേറെ നീചത്വമുള്ള ജീവിതം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണല്ലോ. കഞ്ചാവും അതുപോലെയുള്ള കള്ളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് ആടി ഉലയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഒന്ന് മാത്രമാണ്, മക്കളെ സഹായിക്കുന്ന എത്ര മാതാപിതാക്കളാണ് കുടുംബത്തിലുള്ളത്, മാതാപിതാക്കളെ കേൾക്കുന്ന എത്ര മക്കളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം എന്തോരം നന്നായി പോയേനെ, നമ്മുടെ കുടുംബം മുഴുവനും സ്വർഗീയമായിട്ട് അനുഭൂതിയിലേക്ക് കടന്നു പോയേനെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, എവിടെയാണ് എന്റെ മക്കൾക്ക് കാല് പിഴച്ചു പോയത്, എവിടെയാണ് മാതാപിതാക്കൾ പറയുന്ന വാക്കുകള് മക്കൾ കേൾക്കാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബ ജീവിതത്തിലെ എന്തോ താളപ്പിഴകളുണ്ട്. ഇപ്രകാരം നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം വീണ്ടെടുക്കുവാനായിട്ട് മാതാപിതാക്കൾ മക്കളെ തഴുകി തലോടുവാനായിട്ട്, മക്കളെല്ലായ്പ്പോഴും മാതാപിതാക്കളുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ മക്കളോട് പറയുക, ഞങ്ങളെപ്പോഴും നിന്നോട് കൂടെയുണ്ട്. മക്കൾ മാതാപിതാക്കളോട് പറയട്ടെ, ഞങ്ങളെപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, നിങ്ങളുടെ ആ ഒരു ശിക്ഷണത്തിന് കീഴിലായിരുന്നു കൊണ്ട് നന്മ ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പരസ്പരം പറയുന്ന ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള കൃപ നൽകണമേ എന്ന ചിന്തയോടുകൂടി ഈ 4ാം സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 4ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.